എറണാകുളം നെട്ടൂരിൽ +1 വിദ്യാർത്ഥിനി കായലിൽ വീണു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിവരം കൂടി ഒന്നറിയാം. കീർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. കീർത്തി, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൻ്റെ പ്രത്യേകതകൾ? അജിംഷാദ്, രാവിലെ 6:15 കൂടിയായിരുന്നു സംഭവം. ഞാനിപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്താണുള്ളത്. എറണാകുളം നെട്ടൂരിലാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന കായലിലാണ് +1 വിദ്യാർത്ഥിനി ഈ കായലിൽ വീണത്. ഫിദ എന്നാണ് ആ പേര്. രാവിലെ ഒരു 6:15 കൂടി ഈ കുട്ടിയും ഈ കുട്ടിയുടെ അമ്മയും ചേർന്ന് ഇവിടെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണ മാലിന്യം കളയാനായി ഒരു ബക്കറ്റിൽ മാലിന്യം കളയാനായി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അതിന് ശേഷം ആ മാലിന്യം ഈ വെള്ളത്തിൽ കളഞ്ഞതിന് ശേഷം ആ ബക്കറ്റ് കഴുകാനായി താഴത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ആകെ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ വെള്ളം കയറിയതിനേക്കാൾ കുറച്ചുകൂടി വെള്ളം കയറിയ നിലയിലായിരുന്നു രാവിലെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ കുട്ടി അവിടെ നിന്നും കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണുവെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഈ സംഭവം ഈ കുട്ടിയുടെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അമ്മയുടെ നിലവിളി കേട്ട് കുട്ടിയുടെ അച്ഛൻ ആദ്യം ഓടി വന്നു. ശേഷം ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നിലയിലായിരുന്നു കുട്ടി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയിരുന്നു. ആ കായലിൻ്റെ ദൃശ്യം അത് നമുക്ക് ഇത് കായലിൻ്റെ ആ ഒരു ഭീകരത നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സും സ്കൂബ ടീമൊക്കെ ചേർന്നാണ് തിരച്ചിൽ നടക്കുന്നത്. 6:15 കൂടിയായിരുന്നു സംഭവം. ഇപ്പോൾ ഈ ഒരു സമയം വരെയായിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ സ്കൂബ ടീമിൽ കൂടുതൽ ആളുകൾ തിരച്ചിലിനായി എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഫിറോസ് ഖാൻ മുംതാസ് ദമ്പതികളുടെ മകളാണ് ഫിദ. 3 മക്കളാണ് ഉള്ളത്. ഈ 3 മക്കളിൽ മൂത്തയാളാണ് ഈ ഫിദ. പനങ്ങാട് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഈ ഫിദ. എന്തായാലും ഈ സംഭവം എന്താണ് നടന്നത്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ഉണ്ടായത്? രാവിലെ കുട്ടി വേസ്റ്റുകൾ എറിഞ്ഞു. അപ്പോൾ എൻ്റെ വീട് ആ കുട്ടിയുടെ വീടിൻ്റെ അയൽവാസി തന്നെയാണ്. ഈ കരച്ചിൽ ഉമ്മയുടെയും എല്ലാവരും കരച്ചിൽ കേട്ടാൽ ഞാൻ ഓടി വരുമ്പോൾ കുട്ടിയുടെ വാപ്പ വെള്ളത്തിലുണ്ട്. അതിനു മുമ്പ് എൻ്റെ മൂത്ത മോൻ ചാടി വന്ന് വരുമ്പോൾ വാപ്പ വെള്ളത്തിൽ കിടക്കണം, അവനും ചാടി. ഇവർ നീന്തിയിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ വാപ്പ പറഞ്ഞത് അവിടെ വെച്ച് താന്നു പോയെന്ന് പറയും. ഞാൻ ഈ പരിസരം മുഴുവനും ഒരാളെ ഇറക്കി ഈ ചെളി മുഴുവനും ഇത് ഇത്രയും വരെ താന്നു പോകും നമ്മൾ. അതെല്ലാം തപ്പി മകൻ അവിടം വരെയും ആ മൂല വരെയും പോയി നോക്കി. പക്ഷേ വെള്ളം വലിവിൻ്റെ കാരണം അവന് നിൽക്കാൻ പറ്റില്ല. വാപ്പായക്കും ആ വെള്ളം ആഴം കൂടിയാണ് സ്ഥലവും, പിന്നെ വെള്ളം നല്ല വലിവാണ് രാവിലെ ഉള്ളത്. വാപ്പാനെ അവൻ പിടിച്ച് കരക്കയറ്റി വിട്ട് അവൻ എന്നിട്ടും കുറച്ച് ദൂരം വരെ ഷാപ്പിൻ്റെ ഇപ്പുറം വരെ ആ മൂല വരെ എന്നിട്ടും അവന് കയറിപ്പോന്നു. അവനെ കൊണ്ട് പറ്റാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞിട്ട് നല്ല ഒഴുക്കായിരുന്നു. അന്നേരം നല്ല ഒഴുക്കുന്ന അടിവലിവ്, അതേ മേളിലും നല്ല വലിവായിരുന്നു. അത് കാരണം ഇവിടെ വീണിട്ട് അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്ത് ഉണ്ടാവില്ല. നമ്മളുടെ ഈ ഈ കുമ്പളം പാലത്തിൻ്റെ കാലിൻ്റെ അവിടെ ഷാപ്പുകളുടെ പാലം പടിഞ്ഞാറുന്ന് 2ാമത്തെ കാലും 3ാമത്തെ കാലും അവിടെയും പരിശോധിക്കണം. റെയിൽവേയുടെ പാലത്തിൻ്റെ ഇപ്പുറം, അതായത് ഇവിടെ തോട്ടിൽ നിന്നുള്ള വെള്ളം വന്ന് തിരിഞ്ഞു കുത്തുന്ന സ്ഥലമാണ് അവിടെ. വെള്ളം പിന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞ് ഈ കാലിൽ ആ ഭാഗത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കില്ല. വെള്ളം നല്ല വലിവ്. ഇപ്പോഴേ വെള്ളം വലിവ് കുറഞ്ഞു. അടിവലിവ് നല്ല വലിവായിരുന്നു. ഇങ്ങനെയാണ് അജിംഷാദ്. നല്ല ഒഴുക്കുള്ള കായൽ കൂടിയാണ്. എന്തായാലും സ്കൂബ ടീമിലെ കൂടുതൽ ആളുകൾ ഇവിടെ തിരച്ചിലിനായി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും കീർത്തിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്. ഫിദ എന്ന +1 വിദ്യാർത്ഥിനിയാണ് കായലിൽ അമ്മയ്ക്കൊപ്പം കായലിന് തീരത്ത് പോയതാണ് വീണത്. തിരച്ചിൽ നടത്തുകയാണ്, പുരോഗമിക്കുകയാണ്.